അപ്പോൾ ഇതാണ് ടോർക്ക് ക്രഞ്ച് കേട്ടോ. ടോർക്ക് ക്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൻ്റെ ബോൾട്ടൊക്കെ കറക്റ്റായിട്ട് ഒരേ ടോർക്കിൽ ടൈറ്റ് ആയിരിക്കണം, കൂടിയും കുറഞ്ഞു ഇരിക്കരുത്. അതിന് വേണ്ടിയുള്ളൊരു ടോർക്ക് ക്രഞ്ചാണിത്. ഈ ടിക്കിന് സൗണ്ട് വരണം. നമ്മൾ ഏതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ടിക്കിന് സൗണ്ട് വരുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആവും. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സ്വിഫ്റ്റ് 2011 മോഡൽ എൻജിൻ വർക്ക് പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 നമ്മൾ ചെയ്തായിരുന്നു വർക്ക്. എന്നാൽ കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. ഈ കാണുന്ന കണക്റ്റിംഗ് റോഡ് ബെൻഡായാണ് ഈ ഒരു വാഹനത്തിന്, ഈ ഒരു സ്വിഫ്റ്റിന് എൻജിൻ വർക്ക് ഉണ്ടായത്. ഈ ഒരു കണക്റ്റിംഗ് റോഡ് ബെൻഡായി, എൻജിൻ സ്റ്റക്കായി, എല്ലാം കംപ്ലൈൻ്റ് ആയി. നമ്മൾ ലെയ്ത്തിൽ നിന്ന് എല്ലാ പാർട്സും ഓർഡർ ചെയ്തെടുത്തു, സെറ്റ് ചെയ്തു, കറക്റ്റ് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ 4 പിസ്റ്റൺ, ഒരു എൻജിൻ പുതിയതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. 4 പിസ്റ്റൺ നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് 4 എണ്ണം, ക്രാങ്ക് ബെയറിങ്, കണക്റ്റിംഗ് റോഡ് ബെയറിങ്, സ്ലീവ് ഇറക്കിയിട്ടുണ്ട്, പുതിയ പിസ്റ്റൺ റിങ്സ് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹെഡ് നമ്മൾ ഫേസ് ചെയ്തു, 16 വാൽവ് മാറി, സ്റ്റം സീൽ മാറി, ഗൈഡ് മാറി, അതുപോലെ തന്നെ ഫേസ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹെഡും ഈ കാണുന്ന ഹെഡ് കണ്ടോ, ഇതെല്ലാം അടിപൊളിയായിട്ട് ഫേസ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ ഹെഡ് ഗ്യാസ്കറ്റ് ഇട്ട് ഈ ഒരു വാഹനത്തിൽ എൻജിൻ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മൾ 4 ഇഞ്ചക്ടർ സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ഇഞ്ചക്ടറും അതുപോലെ തന്നെ ഹൈ പ്രഷർ പമ്പായിരുന്നു വില്ലൻ, അത് നമ്മൾ പണിഞ്ഞെടുത്തിട്ടുണ്ട് പമ്പ് കടയിൽ കൊടുത്ത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് കംപ്ലയിൻറ്റ് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ പമ്പായിരുന്നു. ഹൈ പ്രഷർ പമ്പിൻ്റെ ബോൾട്ട് ലൂസായി ഡീസൽ എഞ്ചിനകത്ത് ഇറങ്ങി ഓയിലിൻ്റെ കൂടെ മിക്സായി 8 ലിറ്റർ ഉണ്ടായിരുന്നു ചോർത്തിയപ്പോൾ. അത് ഗ്യാസ് ടൈറ്റായി കണക്റ്റിംഗ് റോഡ് ബെൻഡായാണ് ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ പണി ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഇട്ടിരിക്കാം. കാണാത്തവർക്കായിട്ട്. കണ്ടവർക്കായിട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് എല്ലാം ഒരു വണ്ടിയുടെ A to Z നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. പുതിയൊരു എഞ്ചിൻ പോലെ ആക്കി ഒരു 4 ലക്ഷം കിലോമീറ്ററിനകത്ത് നമുക്ക് ലൈഫ് കൊടുക്കാം. കറക്റ്റ് സർവീസ് ആണെങ്കിലും, ഓയിലും കൂളൻ്റെ കറക്റ്റ് മാറുന്ന വണ്ടിയാണെങ്കിലും, അതുപോലെ തന്നെ ടൈം എഞ്ചിൻ 1 ലക്ഷം കിലോമീറ്റർ മാറുന്ന വാഹനമാണെങ്കിലും നമുക്ക് ലൈഫ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് പുതിയ പിസ്റ്റണാണ് കേട്ടോ. 4 പിസ്റ്റൺ, അതുപോലെ തന്നെ 4 സ്ലീവ്, അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് ബെയറിങ്, പിസ്റ്റൺ റിങ്സ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പമ്പ് കാണിക്കാം എങ്ങനെയാണെന്ന്. ഇഞ്ചക്ടർ 4 സർവീസ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചക്ടർ 4 പുതിയതുപോലെ ആക്കി ഫുള്ള് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്തു. അതുപോലെ തന്നെ പമ്പ്, ഹൈ പ്രഷർ പമ്പ് ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഹൈ പ്രഷർ പമ്പ്. ഇതായിരുന്നു വില്ലൻ, ബോഷിൻ്റെ ഹൈ പ്രഷർ പമ്പാണ്. ഇത് ഏകദേശം നല്ല റേറ്റുണ്ട്. ഇത് നമുക്ക് സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 ബോൾട്ട് ലൂസായി ഇതിനകത്തൂടി ഡീസൽ ലീക്കായി എഞ്ചിനകത്ത് ഇറങ്ങിയാണ്. എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ മിക്സായി, അളവ് കൂടി, ഗ്യാസ് ടൈറ്റായി, കണക്റ്റിംഗ് റോഡ് ബെൻഡായത്. അപ്പോൾ ഇതെല്ലാം സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതാണ്. എഞ്ചിനിലോട്ട് ഇതെല്ലാം ടൈമിംഗ് കവർ, പാക്കിങ്, ടൈമിംഗ് ചെയിൻ ഇടയ്ക്ക് ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ടൈമിംഗ് ചെയിൻ പഴയ തന്നെ നമ്മൾ യൂസ് ചെയ്യും, എന്ന് വെച്ചാൽ അത് കംപ്ലയിൻ്റ് ഇല്ല, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ കണക്റ്റിംഗ് റോഡ്. കണ്ടോ, ബെൻഡ് കണ്ടോ, പോലെ ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഗ്യാസ്കറ്റ് 2 കട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കട്ട് ഗ്യാസ്കറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. എഞ്ചിനൊന്ന് കറക്റ്റ് നോക്കണം. എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അടിസൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാം നമുക്ക് എഞ്ചിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ ക്രാങ്ക് ഓയിൽ സീൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്താലും ഫ്രണ്ടും ബാക്കും ഓയിൽ സീലുകൾ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് പോകും. ഇതായി കാണുന്ന കണക്റ്റിംഗ് റോഡ് ബോൾട്ടെല്ലാം അടിപൊളിയായിട്ട് ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്രാങ്ക് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബെയറിങ്സുകളെല്ലാം മാറിയിട്ടുണ്ട്. ഇത് ശകലം ഒരു ചെറിയ അനക്ക് പ്ലേ വേണം കേട്ടോ. പ്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ഉണ്ടാവും. എഞ്ചിൻ കണക്റ്റിംഗ് റോഡ് ബെയറിങ് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ പ്ലേ ഇട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. പ്ലേ വേണം, പ്ലേ വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലായിട്ട് നമ്മൾ ലൈറ്റിൽ നിന്ന് വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനത്തിലോട്ട് എഞ്ചിനിലോട്ട് ഹെഡ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എഞ്ചിനൊക്കെ ഒന്ന് കറക്കി നോക്കാം നമുക്ക്. അങ്ങനെ ഹെഡ് ഗ്യാസ്കറ്റ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഹെഡ് ഗ്യാസ്കറ്റ് ഇതിൽ 2 കട്ടാണ് എടുത്തിട്ടുള്ളത്. 2 കട്ട് കണ്ടോ. അപ്പോൾ രണ്ടാമത് ഇളക്കി സെറ്റ് ചെയ്യുമ്പോൾ, ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ 2 കട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ ടോപ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ടോപ്പ് കറക്റ്റ് ആയിരിക്കണം. 2 സ്റ്റഡി കറക്റ്റാണ്. നമ്മുടെ ഈ ഒരു ഫ്ലവറിൻ്റെ ബോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഹെഡിൻ്റെ ബോൾട്ട് ഒരു 10 വരുന്നുണ്ട്. അതായത് നമ്മൾ ടോർക്ക് ക്രഞ്ച് വെച്ച് ടോർക്കിന് എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വാൽവ് ഡോർ സെറ്റ് ചെയ്യണം, ടൈമിംഗ് ചെയിന്, വൈൻഡർ കൂളർ, ഓയിൽ കൂളർ, ഫ്ലൈ വീൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തായിരുന്നു. ഫ്ലൈ വീൽ കറക്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ടൈമിങ് താഴെയാണ് അതിൻ്റെ വെട്ട് വരുന്നത്. 4 പിസ്റ്റനും ഒരുപോലെ സെൻറ്റർ വരുമ്പോഴാണ് ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു മാരുതിയുടെ ജെനുവിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഹെഡ് ഗ്യാസ്കറ്റ് 770 റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹെഡ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതാണ് ടോർക്ക് ക്രഞ്ച് കേട്ടോ. ടോർക്ക് ക്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൻ്റെ ബോൾട്ടൊക്കെ കറക്റ്റായിട്ട് ഒരേ ടോർക്കിൽ ടൈറ്റ് ആയിരിക്കണം, കൂടിയും കുറഞ്ഞു ഇരിക്കരുത്. അതിന് വേണ്ടിയുള്ളൊരു ടോർക്ക് ക്രഞ്ചാണിത്. ഇതിന് നമുക്ക് ഇട്ടിരിക്കുന്നത് വെച്ചാൽ
FB ബൗണ്ട് വന്നിട്ട് 60, ന്യൂട്ടൺ മീറ്റർ വന്നിട്ട് 155 വേണം. അപ്പോൾ നമുക്ക് എല്ലാ ബോൾട്ടും സെൻറ്റർ ഭാഗത്തും തുടങ്ങാം കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ ടിക്കിന് സൗണ്ട് വരണം. നമ്മൾ ഏതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ടിക്കിന് സൗണ്ട് വരുമ്പോൾ കറക്റ്റ് ടൈറ്റ് ആവും. ഇതിൽ സെൻറ്റർ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാ ബോൾട്ടും ഫുൾ ടൈറ്റ് ആണ്. അപ്പോൾ ഇതാണ് ടോർക്ക് റെഞ്ചിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത്. എഞ്ചിൻ്റെ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. നമുക്കിതിൽ ഹൗസിങ്ങിൻ്റെ ബോൾട്ടും ഡിഫറൻസ് ട്യൂബിൻ്റെ ബോൾട്ടുകളും എഞ്ചിൻ്റെ ബോൾട്ടുകളും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടോർക്ക് റെഞ്ചാണ്. ഇനിയാണ് നമുക്ക് വാൾ ഡോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഹെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പറ്റ് റോളർ സെറ്റ് ചെയ്തിട്ടോ 16 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 16 ടോപ്പറ്റ് റോളറും കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ എപ്പോഴും നമ്മൾ എഞ്ചിൻ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യാൻ നേരത്ത് ഓയിൽ ആഡ് ചെയ്യണം. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഓയിൽ കയറി വരാൻ 1 മിനിറ്റോളം മൊത്തത്തിലായി വരാൻ 1 മിനിറ്റോളം സമയം എടുക്കും. ആ സമയത്തൊക്കെ ഇത് സ്റ്റാർട്ടിങ് സമയത്ത് ഓയിൽ ഇല്ലാതെ വരുമ്പോൾ തേയ്മാനം പെട്ടെന്നുണ്ടാവാം. അത് പരിഹരിക്കാൻ നമ്മൾ എല്ലാ ഭാഗത്തും ഈ ഓയിൽ വരുന്ന ലൂബ്രിക്കേറ്റിംഗ് വരുന്ന ഭാഗത്തെല്ലാം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുതിയ പാക്കിംഗ് ഫിറ്റ് ചെയ്തതിന് ശേഷം വാൽവ് ഡോർ സെറ്റ് ചെയ്യണം. വാൽവ് ഡോർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യാം 2 ലോക്ക് ചെയ്യണം. ഇതാണ് വാൽവ് ഡോർ. ഇതിലാണ് ക്യാം വരുന്നത്, ഇല്ലറ്റും എക്സോസ്റ്റും വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് വരുമ്പോൾ എക്സോസ്റ്റ്, ഇത് വരുമ്പോൾ ഇല്ലറ്റ് വരും. അപ്പോൾ ഇതിലാണ് ബാക്കിൽ നമുക്ക് ഹൈ പ്രഷർ പമ്പ് വാക്കം പമ്പും ഈ ഒരു ഗിയറിലായിരിക്കും വർക്ക് ചെയ്യുന്നത് 2 എണ്ണം കണ്ടോ. അത് കറക്റ്റ് ടൈമിങ്ങിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. വാക്കം പമ്പിനും ഹൈ പ്രഷർ പമ്പിനും ടൈമിംഗ് ഇല്ല. പക്ഷേ എഞ്ചിൻ ടൈമിംഗ് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ടൈമിംഗ് ടൂൾ കണ്ടോ, ഈ 2 സൈഡിലും ലോക്ക് ചെയ്യണം. ഇത് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം 2 സൈഡിലും ലോക്ക് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ടാണ് നമുക്ക് പാക്കിംഗ് വെച്ച് ഈ ഒരു വാൽവ് ഡോർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ളത് പിന്നീടാണ്. അപ്പോൾ ഇത് 2 ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു ക്യാം സെൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാം സെൻസർ കാണിക്കുക എങ്ങനെയാണെന്ന്. ഇതായി കാണുന്നുണ്ടോ, ഈ ഒരു ഗാഡി ഉണ്ടോ, ഈ ക്യാം സെൻസറാണ്. ക്യാമിൽ സെൻസ് ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ ഇഞ്ചക്ടർ സെറ്റ് ചെയ്തു, 4 ഇഞ്ചക്ടർ. അതുപോലെ തന്നെ റെയിൽ സെറ്റ് ചെയ്തു, മാനിഫോൾഡ് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. പമ്പ്, ഹൈ പ്രഷർ പമ്പും അതുപോലെ തന്നെ വാക്കം പമ്പ്, ക്ലച്ച് സെൻറ്റർ ചെയ്ത് ക്ലച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്ലൈ വീൽ ആദ്യമേ സെറ്റ് ചെയ്തു. പിന്നെ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തു, മെറ്റൽ പൈപ്പാണ്, വാട്ടർ പമ്പിൻ്റെ മെറ്റൽ പൈപ്പ്. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ടൈമിംഗ് ചെയിനാണ് കേട്ടോ. ടൈമിംഗ് ചെയിൻ പുതിയതാണ് സംഭവം. ഒരു 10,000-4000 കിലോമീറ്റർ ആയിട്ടുള്ളൂ മാറിയിട്ട്. നമ്മളെല്ലാം ചേഞ്ച് ചെയ്തത് വേറെ എവിടെ ചേഞ്ച് ചെയ്തതാണ്. പുതിയ സാധനങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഭാഗത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ പാക്കിങ് പുതിയതിട്ടു. പാക്കിങ് ഈ ഒരു അഡ്ജസ്റ്റർ മാറ്റിയിട്ടുണ്ട് കേട്ടോ, പുതിയ അഡ്ജസ്റ്റർ. 2 ഗൈഡും കൊള്ളാം, അതുപോലെ തന്നെ 2 സ്പ്രോക്കറ്റ് കൊള്ളാം, ചെയിൻ പുതിയതാണ്. പിന്നെ നമുക്ക് ഇനി സെറ്റ് ചെയ്യേണ്ടത് ടൈമിംഗ് കവർ ഓയിൽ പമ്പ് നമ്മൾ സെറ്റ് ചെയ്യണം, വാട്ടർ പമ്പ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, പിന്നെ എഞ്ചിൻ പുള്ളി, ക്രാങ്കേഴ്സ്, ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടർബോയൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. എക്സോസ്റ്റ് മാനിഫോൾഡ്, ടർബോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് ടൈമിംഗ് ലോക്ക് ചെയ്യണം. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ക്യാമിൽ, നേരത്തെ പറഞ്ഞ വാൽവ് ഡോറിൽ ക്യാമിൽ ലോക്കുണ്ട്. ക്യാമ് ലോക്ക് ചെയ്തതിന് ശേഷം ക്രാങ്ക് ലോക്ക് ചെയ്യണം. ക്രാങ്കിൽ ഒരു മാർക്കുണ്ട്, നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ എഞ്ചിൻ്റെ വർക്ക് ഏകദേശം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചില്ലറ പരിപാടികളേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ സെറ്റ് ചെയ്തെന്ന് കാണിക്കാം. സിലിണ്ടർ ബ്ലോക്ക്, ഹെഡ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റർ 16 എണ്ണം, പിന്നെ ക്യാം ഡോറ്, ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങളെല്ലാം, ഇഞ്ചക്ടർ 2 കംപ്ലൈൻ്റ് ആയിരുന്നു. 2 നമ്മൾ പുതിയത് വേറെ നമ്മൾ ചേഞ്ച് ചെയ്തു, സെക്കൻഡ് എടുത്ത് ചേഞ്ച് ചെയ്തു. 2 ഇതിലുള്ളതാണ്. അതുപോലെ തന്നെ റെയിൽ അസംബ്ലി, ഹൈ പ്രഷർ പമ്പ്, വാക്കം പമ്പ്, ഇൻടേക്ക് മാനിഫോൾഡ് സെറ്റ്, EGR യൂണിറ്റ്, പിന്നെ തെർമോസ്റ്റാറ്റ് വാൽവ്, സ്റ്റാർട്ടർ മോട്ടർ, ഓൾട്ടർനേറ്റർ, അതിൻ്റെ ബ്രാക്കറ്റ്, അതുപോലെ തന്നെ എൻജിൻ പുള്ളി, വാട്ടർ പമ്പ്, മൗണ്ടിങ് ബ്രാക്കറ്റ്, പിന്നെ PCV അസംബ്ലി. ഈ കാണുന്ന PCVയുടെ പുതിയ ഹോസാണ് കേട്ടോ. പുതിയ ഹോസ് നമ്മൾ സെറ്റ് ചെയ്തു. PCV ഫിൽറ്റർ, പിന്നെയെന്ന് പറഞ്ഞാൽ ഓയിൽ കൂളർ, ഈ കാണുന്ന ഓയിൽ കൂളർ അസംബ്ലി, എക്സോസ്റ്റ് മാനിഫോൾഡ്, പുതിയ 4 ഹീറ്റർ പ്ലഗ് കംപ്ലൈൻ്റ് ആയിരുന്നു. ഓയിൽ സ്വിച്ച്, ഈ കാണുന്ന ഓയിൽ സ്വിച്ച്, പിന്നെ ടർബോ ചാർജർ, മെയിനായിട്ടുള്ള കാര്യമാണ് ടർബോ ചാർജർ. അതെല്ലാം സെറ്റ് ചെയ്തു. AC കംപ്രസറിൻ്റെ ബ്രാക്കറ്റ്, പിന്നെ ക്രാങ്ക് സെൻസർ, ഈ കാണുന്ന ക്രാങ്ക് സെൻസറാണ് കേട്ടോ. അതും നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ക്രാങ്ക് സെൻസറിൽ ഫ്ലവർ ബോൾട്ടാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമേ ഫ്ലൈ വീൽ സെറ്റ് ചെയ്തു, ക്ലച്ച് സെറ്റ് ചെയ്തു.
പിന്നെ ഗിയർ ബോക്സ് ആണ് കേട്ടോ, ഗിയർ ബോക്സ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുപോലെ തന്നെ ടർബോയുടെ പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്യണം. വാഹനത്തോട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ടൈമിംഗ് ലോക്ക് ചെയ്യണം. ക്രാങ്ക് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബെൽറ്റ്, KC കംപ്രസർ ബെൽറ്റൊക്കെ സെറ്റ് ചെയ്യണം, ആക്സിൽ സെറ്റ് ചെയ്യണം, മൗണ്ടിങ്, എൻജിൻ മൗണ്ടിങ് പിടിപ്പിക്കണം. വയറിംഗ് സെറ്റുകൾ, വയറിങ്ങുകളെല്ലാം ക്യാം സെൻസർ വയറിങ്ങിൻ്റെ കൂടെയാണ് ഇളക്കിയിട്ടിരുന്നത്, അത് സെറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. എൻജിൻ നമ്മൾ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് വയറിംഗ് കിറ്റ് കൊടുത്ത് റേഡിയേറ്റർ, AC കണ്ടൻസർ, ഇൻ്റർകൂളർ, കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വാഹനം എഞ്ചിൻ ഓയിലും ഒരു 3.5 ലിറ്റർ ഒഴിക്കണം. ഫുള്ളായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ട് 3.5 ലിറ്റർ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് 2.5 ലിറ്റർ ഗിയർ ഓയിൽ ഒഴിച്ച്, കൂളൻ്റ് ഇപ്പോൾ ഒഴിക്കത്തില്ല കേട്ടോ. കൂളൻ്റ് നമ്മൾ വെള്ളം, പച്ചവെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു 50 കിലോമീറ്റർ ഓടിച്ച് നോക്കി ലീക്കൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ കൂളൻ്റ് ഒഴിച്ച് കസ്റ്റമറിന് കൊടുക്കത്തുള്ളൂ. മാക്സിമം ഒരു 30 കിലോമീറ്ററൊക്കെ ഓടിക്കും, എഞ്ചിനൊന്ന് ചൂടായി ഒന്ന് സീറ്റിംഗ് ആക്കാൻ വേണ്ടി. അതിനുശേഷം ഒരു 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 3000 കിലോമീറ്ററിനകത്ത് വെച്ചതിന്. അപ്പോഴും കൂളൻ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത്, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഗിയറിൽ നമ്മൾ വർക്ക് എടുത്തില്ലല്ലോ. ഗിയർ ഓയിൽ നമ്മൾ പുതിയത് ഒഴിക്കും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. വാഹനം ഇതിൽ കയറ്റി നമുക്ക് എയർ എടുക്കണം. എയർ എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചക്ടറിൽ ഡീസൽ ലോഡ് ചെയ്ത്, ഡീസൽ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ ഡീസൽ പമ്പ് വഴി ലോഡ് ചെയ്ത് വരും. റെയിൽ വഴി ലോഡ് ചെയ്ത് ഇഞ്ചക്ടറിൽ ലൂസ് ചെയ്തതിന് ശേഷം കണക്ഷൻ കൊടുക്കാതെ തന്നെ നമ്മൾ സെൽഫ് അടിച്ച് ഡീസൽ എല്ലാത്തിലും 4 ഇഞ്ചക്ടറിൽ ലോഡ് ചെയ്ത് എയർ എടുത്തതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് നമ്മൾ വാഹനം ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇതാണ് എഞ്ചിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം എഞ്ചിൻ ഓയിൽ ലെവൽ കറക്റ്റ് ചെയ്ത് ഓടുക. എഞ്ചിൻ ഓയിൽ മാറാറായ സമയത്ത് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ കൂളൻ്റ് എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓയിലും കൂളൻ്റ് മിക്സ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ കൂളൻ്റ് ഓയിൽ മിക്സ് ആവാൻ പാടില്ല. ഓയിൽ ലെവൽ കൂടാൻ പാടില്ല, ഓയിൽ ലെവൽ കുറയാൻ പാടില്ല, കൂളൻ്റ് ലെവലും കുറയാൻ പാടില്ല. ഗിയർ ഓയിൽ 20,000 കിലോമീറ്റർ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം. എന്ത് ലീക്ക് കണ്ടാലും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ചെക്ക് ചെയ്യാതെ ഓടരുത്. ഓടിക്കഴിഞ്ഞാലാണ് ഇതുപോലത്തെ പണി കിട്ടുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. പമ്പ് സർവീസ് ചെയ്തു, 2 ഇഞ്ചക്ടർ എടുത്തു, അതുപോലെ തന്നെ എൻജിൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തു. ഏകദേശം ഒരു 60 രൂപയ്ക്കകത്ത് വരുന്നുണ്ട് മൊത്തത്തിൽ പണിഞ്ഞ് വരുമ്പോൾ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ നമ്മൾ വാഹനത്തിലോട്ട് എൻജിൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 മൗണ്ടിങ്ങിൽ നമ്മൾ എൻജിനെല്ലാം ഫിക്സ് ചെയ്ത്, നമ്മൾ ഓയിൽ ഫിൽറ്റർ മാറി, അതുപോലെ തന്നെ പുതിയ ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ ബെൽറ്റ് ടെൻഷനർ ബെയറിങ്ങും കൂടി ചേഞ്ച് ചെയ്തു കേട്ടോ. അതിൻ്റെ അടി സൈഡിലാണ് വരുന്നത് ബെൽറ്റ് ടെൻഷനർ ബെയറിങ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ എയർ ഫിൽറ്റർ മാറി കൂളൻ്റ് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. വെറും വെള്ളമാണ്, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എവിടെയെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ കൂളൻ്റ് ഒഴിക്കുന്ന വേസ്റ്റ് ആയിരിക്കും. എഞ്ചിൻ ഓയിൽ ഒരു 3.5 ലിറ്റർ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഡ്രെയിൻ ചെയ്തിരുന്നതല്ലേ, അപ്പോൾ എല്ലാം ഒഴിച്ചു. വാഹനത്തിലോട്ട് എല്ലാ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇഞ്ചക്ടറിൻ്റെ ലൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. സംഭവം നമ്മൾ എയർ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചക്ടറിൽ നമ്മൾ 4ലും എയർ എടുത്തു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കണക്ഷൻ കൊടുക്കാതെ തന്നെ എയർ എടുത്തിട്ടുള്ളത് കേട്ടോ. കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ എയർ എടുക്കുകയാണെങ്കിൽ കുറേ നേരം നമ്മൾ ക്രാങ്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ടായില്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടർ ലോക്കായി പോകും. 2 ഇഞ്ചക്ടർ നമ്മൾ സെക്കൻഡ് എടുത്തു. 2 ഇഞ്ചക്ടർ ഇതിൽ കിടന്നതാണ്. ഇഞ്ചക്ടർ ഇതിൽ കിടന്നത് നമ്മൾ തട്ടിയൊക്കെയാണ് ഇളക്കിയത്. പക്ഷേ ഇഞ്ചക്ടറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ സർവീസ് ചെയ്തു, പമ്പും ഇഞ്ചക്ടർ നമ്മൾ സർവീസ് ചെയ്തു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, സൗണ്ടിന് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാൽ വേറെ ഇഞ്ചക്ടർ മാറ്റി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കസ്റ്റമർ സൗണ്ട് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം എല്ലാം സെറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ നമ്മൾ ലീക്കൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്തോ? എയർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. വണ്ടി ഇപ്പോൾ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവും. ഓക്കെ, ബാറ്ററി ഡൗൺ ആണ്. നമ്മൾ എയർ എടുത്ത് ബാറ്ററി ഡൗൺ ആണ്. ഒരു ബാറ്ററി കൂടെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഡിലേ വന്നെന്ന് വെച്ചാൽ ബാറ്ററി ഏകദേശം 1 മാസത്തോളം വെറുതെ ഇരുന്നു. അങ്ങനെ ചാർജ് ഇറങ്ങിപ്പോയി. വേറെ ബാറ്ററി കൂടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി എൻജിൻ നല്ല സ്മൂത്ത് സൗണ്ടാണ്. ചെറിയൊരു ഇഞ്ചക്ടർ നോയ്സ് ഉണ്ട്. അത് ഇഞ്ചക്ടർ ചിലപ്പോൾ ഒന്ന് ഓടുമ്പോൾ റെഡിയാവും. ഇഞ്ചക്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ പമ്പുടെ കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. എൻജിൻ നോയ്സ് നല്ല സ്മൂത്താണ്. എൻജിൻ നല്ല അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 മണിക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം. ഒരു 1000 രൂപ ഡീസൽ ഒഴിച്ച് നമ്മൾ ഒരു മാക്സിമം ഒരു 5 മണിക്കൂറോളം സ്റ്റാർട്ട് ചെയ്തിടണം എന്നുള്ളതാണ്. വാഹനത്തിൽ എൻജിനൊന്ന് സീറ്റിംഗ് ആകണം. അതിനുശേഷം വണ്ടി 3000 കിലോമീറ്റർ ഒന്ന് സ്മൂത്തായിട്ട് മാക്സിമം ഒരു 60 സ്പീഡ് വരെ 5ാമത്തെ ഗിയറിൽ നമുക്ക് ഓടിക്കാം. 60 മാക്സിമം ഒരു 80. അതിനുശേഷം അതിന് മേളിൽ സ്പീഡ് കയറാൻ പാടില്ല. ഒരു 2500-3000 RPM വരെ ഒരു 3000 കിലോമീറ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷമാണ് നമുക്ക് മൈലേജ് കയറി വരണം. മൈലേജ് കയറി വരണമെങ്കിൽ സ്മൂത്തിന് എൻജിൻ ഓടിക്കണം. അപ്പോൾ വാഹനത്തിൽ ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 4-5 മണിക്കൂർ സ്റ്റാർട്ടിങ് ഇട്ടതിന് ശേഷം ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യണം. ഓയിൽ കൂളറൊക്കെ പഴയതാണ് സെറ്റ് ചെയ്തത്. ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യണം.
അതുപോലെ തന്നെ കൂളൻ്റ് ലീക്ക് ചെക്ക് ചെയ്യണം, വാട്ടർ ലീക്ക് എന്ന് വെച്ചാൽ നമ്മൾ വെറും പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ളത്. വാട്ടർ ലീക്കെല്ലാം ചെക്ക് ചെയ്ത് ലീക്കൊന്നുമില്ല പരിപൂർണ്ണ ഓക്കെ അതിന് ശേഷം മാത്രമേ നമ്മൾ 3 ലിറ്റർ കൂളൻ്റ് ബാക്കി ഡിസ്റ്റൽ ഫിൽറ്ററും ഒഴിക്കത്തുള്ളൂ. നമ്മൾ ഇതിലിപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറി, എയർ ഫിൽറ്റർ മാറി, ഡീസൽ ഫിൽറ്റർ ഇടയ്ക്ക് കസ്റ്റമർ ഇപ്പോൾ മാറിയെന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഓയിൽ നോർമൽ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, 1540 3.5 ലിറ്റർ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 5W30 ഒരു 3000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം 5W30 ഓയിൽ ഒഴിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂളൻ്റ് ചെക്ക് ചെയ്യുക. ഈ ഓയിൽ എഞ്ചിൻ ഓയിൽ കൂളൻ്റിൽ മിക്സ് ആവരുത്, കൂളൻ്റിൽ എഞ്ചിൻ ഓയിൽ മിക്സ് ആവരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരരുത്. അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ ഈ ഓയിൽ കൂളറായിരിക്കും കംപ്ലയിൻറ്റ്, അത് മാറ്റിയത് ഓടിച്ച് നോക്കുക. രണ്ടാമത്തെ കേസ് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് ഓടുക. ഓയിൽ സ്റ്റിക്കിൽ കാണിക്കുന്ന അതേ ലെവലിലായിരിക്കും ഓയിൽ ഓടേണ്ടത്. ഓയിൽ കട്ടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റുക. ഓയിൽ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. ഇത് ഓയിൽ കൂടിയതിനുള്ള വിഷയമാണ് ഈ വന്നത്. ഡീസൽ കയറി വന്നു എഞ്ചിനകത്ത്, അത് പ്രഷർ കാരണമാണ്. പിസ്റ്റണിൽ കൊടുക്കും. പിസ്റ്റണിലെ കണക്റ്റിംഗ് റോഡ് ബെൻഡായി പോകാൻ കാരണം ഈ ഒരു കണക്റ്റിംഗ് റോഡ് കണ്ടോ, ഇത് താഴോട്ടും മേളിലോട്ടും വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിംഗ് അല്ലാതെ ബെൻഡായി പ്രഷർ കാരണം എന്ന് വെച്ചാൽ എയർ ടൈറ്റായി പൊട്ടിയതാണ്, ഈ ഒരു ബെൻഡായതാണ്. ഒരെണ്ണം മാത്രമേ വിഷയമുള്ളായിരുന്നു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ എഞ്ചിനിലെ ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് മാറിയിട്ടുണ്ട് കേട്ടോ. കണക്റ്റിംഗ് റോഡ് ബെയറിങ് എല്ലാം മാറി. ക്രാങ്ക് പഴയതാണ്, വേറെ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു കണക്റ്റിംഗ് റോഡും 3 കണക്റ്റിംഗ് റോഡ് പഴയതാണ്, അത് വിഷയമല്ല. ഒരു കണക്റ്റിംഗ് റോഡ് പുതിയതാണ്. പിസ്റ്റൺ 4 മാറിയിട്ടുണ്ട്. പിസ്റ്റൻ്റെ സ്ലീവ് 4. പിസ്റ്റൺ ഓടി കളിക്കുന്ന സ്ലീവ് ഉണ്ടല്ലോ, അത് ലൈനർ എന്നും പറയും. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. പിസ്റ്റൺ റിങ്സ് മാറിയിട്ടുണ്ട്. പിന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്, എൻജിൻ ഫേസ് ചെയ്തു. അതുപോലെ തന്നെ ഹെഡിൽ പറയുകയാണെങ്കിൽ ഹെഡ് വാൽവെല്ലാം 16 വാൽവും നമ്മൾ മാറ്റി. വാൽവ് ഗൈഡ്, സ്റ്റംപ് സീൽ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ടൈമിംഗ് ചെയിൻ ഇടയ്ക്ക് കസ്റ്റമർ മാറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് ടൈമിംഗ് ചെയിൻ നമ്മൾ പുതിയതല്ല, അത് അത്യാവശ്യം പുതിയതുമാണ്. ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഓട്ടം കുറവാണ് ഈ വണ്ടിക്ക്. അങ്ങനെ ആദ്യം തന്നെ ഇട്ടു, വലിയ തേയ്മാനോ കാര്യമൊന്നുമില്ല. അടുത്ത 1 ലക്ഷം കിലോമീറ്റർ നമുക്ക് ചെയിൻ മാറ്റാം. അതിനൂടെ തന്നെ ചെയിൻ്റെ അഡ്ജസ്റ്ററും നമ്മൾ 2 പാഡ് നമ്മൾ ചേഞ്ച് ചെയ്തു. ചെയിനും സ്പ്രോക്കറ്റും പഴയതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ പമ്പ് നമ്മൾ സർവീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ഫിൽറ്ററുകൾ മാറി. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്തത്. ഇനി നമുക്കിതിൽ ടർബോ നമുക്ക് ഓടിയാലേ കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടർബോ ലീക്കും വണ്ടി ലാഗൊക്കെ ഉണ്ടെങ്കിൽ ഓടിച്ച് നോക്കണം. അങ്ങനെയാണെങ്കിൽ ടർബോ നമ്മൾ മാറേണ്ടി വരും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിൻ വർക്ക് പാർട്ട് 2ൻ്റെ വീഡിയോ. ഫസ്റ്റ് കാണാത്തവർക്കായിട്ട് ഞാൻ എൻ്റെ വീഡിയോ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഇതിലിഞ്ഞ് ഒരു 5 മണിക്കൂറോളം സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാനൊക്കെ ഓണാവണം നോക്കണം. ഫാന് ഓണായി ചൂടായി തണുത്ത്, ഇത് പുതിയ എഞ്ചിനായതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് വരാൻ സാധ്യതയുണ്ട്. ഹീറ്റാവും. അതുപോലെ തന്നെ ഫാൻ കൺട്രോൾ ചെയ്ത് തണുപ്പിക്കും. ഹീറ്റ് പെട്ടെന്ന് ഹീറ്റായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ കാലക്രമേണ എന്ന് വെച്ചാൽ ഒരു 5000 കിലോമീറ്ററൊക്കെ വരുമ്പോൾ നല്ല സ്മൂത്താവും. എഞ്ചിൻ നല്ല സ്മൂത്താക്കി എടുക്കണം കസ്റ്റമർ. എന്നാൽ മാത്രമേ നല്ല മൈലേജും പവറും കിട്ടത്തുള്ളൂ, ലൈഫും കിട്ടത്തുള്ളൂ. ഇങ്ങനെ വെച്ച് നമുക്കൊരു 3 ലക്ഷം കിലോമീറ്റർ നമുക്ക് ലൈഫ് കൊടുക്കാം. ഏകദേശം കറക്റ്റ് സർവീസാണ് ഈ 3-4 ലക്ഷം കിലോമീറ്റർ കൊടുക്കാം. ഓയിൽ കറക്റ്റ് ഒരു 10000 കിലോമീറ്റർ ഓടുന്ന ഓയിലാണെങ്കിൽ ഒരു 7000 നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കൂളൻ്റ് 20000 ചേഞ്ച് ചെയ്യണം. ഗിയർ ഓയിൽ 20000 ചേഞ്ച് ചെയ്യണം. ഡീസൽ ഫിൽറ്റർ 20000. ഓയിൽ മാറുമ്പോൾ ഓയിൽ ഫിൽറ്റർ മാറി എയർ ഫിൽറ്ററും കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ടൈമിംഗ് ചെയിൻ മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് 4 ലക്ഷം 5 ലക്ഷം കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. ഓയിൽ ലെവലും കൂളൻ്റ് ലെവലും എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഓടുക എന്നുള്ളതാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പാർട്ട് 2 വീഡിയോ ആണ്. സ്വിഫ്റ്റ് ഡീസൽ 2011 മോഡൽ. ഓക്കെ, നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം നിങ്ങളായിട്ട് വീണ്ടും ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. പിന്നെ വേറൊരു കേസ് പറയേണ്ടതെന്ന് വെച്ചാൽ സ്പെയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്പെയറാണ്. നമ്മൾ പിസ്റ്റണൊക്കെ എടുത്തിട്ടുള്ളത്. സിലിണ്ടർ കിറ്റായിട്ട് നമ്മളെടുത്തു. ആ ഗ്യാസ്കറ്റ് MGP ആണ് എടുത്തിട്ടുള്ളത്. സിലിണ്ടർ കിറ്റും ബെയറിങ്സും വാൽവും എല്ലാം നമ്മൾ നേരെ ലെയ്ത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലെയ്ത്തിൽ നിന്നാണ് വർക്ക് തുടങ്ങി കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം സെറ്റ് ചെയ്ത് അവർ തന്നെ കൊണ്ടുവന്ന് ഹാഫ് എഞ്ചിൻ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്തു, കയറ്റി കണക്ഷൻ എല്ലാം കൊടുത്തു, ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു. നമ്മളെ ചാനൽ മറന്നു പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.